അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു. ആ കൂടെ 200 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു 24 സിനിമകൾ മാത്രമാണ് അതിനകത്ത് ഓടിയത്. നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 12%. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് 12%, 10%-ൽ നിന്ന് 12%. 176 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയായിരുന്നു. അതിനുശേഷം അപ്പം അതുണ്ടായ ലോസ് എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളിവിട്ടിരുന്നു. 700 കോടി രൂപ, 650-നും 700 കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രി. പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം ഞങ്ങൾ മാസാമാസം ഇതിൻ്റെ കണക്കുകൾ എടുത്തു തുടങ്ങി. ഇപ്പോൾ ഈ ജാനുവരിയിലെ കണക്ക് പ്രകാരം ഇറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമാണ് അതിന് സക്സസ് ആയത് സാമ്പത്തികമായിട്ട്. ബാക്കി 2 ചിത്രങ്ങൾ ഇപ്പം ഇറങ്ങിയ തിരക്കേടില്ലാതെ പോകുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ അടുത്ത മാസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ നമ്മുടെ നഷ്ടം എന്ന് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് നീങ്ങിയിരിക്കുക. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റെമ്യൂണറേഷനാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷനാണ്. വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ്. ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിൻ്റെ 10 ഇരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ. അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രി ആകമാനം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ അസോസിയേഷനിൽ ഒരു മാസം വരുന്ന പ്രോജക്ട്സ്, പണ്ട് 25-30 പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് 5-6 പ്രോജക്റ്റാണ് വരുന്നത്. പല നമ്മുടെ ടെക്നീഷ്യൻസും വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന സിറ്റുവേഷനാണ്. 60% ടെക്നീഷ്യൻസ്, താഴേക്കിടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതായിരിക്കുകയാണ്. പോരാത്തതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവുമില്ല. നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവരിതുവരെ കുറച്ചിട്ടില്ല. നാളത്തെ ബഡ്ജറ്റ് വരികയാണ്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത്. അതായത് 1 നേഷൻ 1 ടാക്സ് നടപ്പാക്കിയതിന് ശേഷം ഇതുവരെ 2 സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പുറത്ത് GSTയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് 30% ഇപ്പോൾ ഈ ടാക്സ് വരുന്നത്. അതായത് 1 രൂപ കളക്ട് ചെയ്താൽ 30 പൈസ അവിടെ പോവുകയാണ്. 100 രൂപയ്ക്ക് 30 രൂപ ഗവൺമെൻറ്റിന് കൊണ്ടുപോവാണ്. ഈ ഗവൺമെൻറ്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും 5 നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ദുഃഖകരമായ ഒരു സത്യം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു സംഭവമില്ല. ഇപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. OTT പടങ്ങൾ വാങ്ങിക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ OTTക്കാർ ഒരു വില പറയും. അത് കൊടുത്ത് നമ്മൾ അതവർക്ക് കൊടുത്താൽ 6 മാസം കൊണ്ടോ 10 മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത്. അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് OTTക്കാരൻ്റെ പൈസ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഈ ഫൈനാൻസർ പോലും ഇപ്പോൾ ഫൈനാൻസ് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഒരു രീതിയിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. തിയേറ്റർ രംഗം ആകെ തകർന്നിരിക്കുകയാണ്. ഒന്നാമത് അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ കാശ് വലുതായിട്ട് കൂട്ടി, ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ലാബ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ 750 സ്റ്റേഷൻസ് കേരളത്തിനകത്തുള്ളൂ. ആ 750 സ്റ്റേഷനിൽ ഒരു പ്രത്യേക ടാരിഫ് ഏർപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ? ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ സംയുക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് അവരിൽ ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക, ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം എടുത്തതനുസരിച്ച് ജൂൺ 1 തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡക്ഷനുമില്ല, എക്സിബിഷനുമില്ല, ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ നിർത്തുകയാണ്. ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ്.